ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാനിവിടെ ദോശ ഇഡ്ഡലി ബാറ്ററാണ് എടുക്കുന്നത്. ബിക്കോസ് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഇത് നല്ലൊരു ലൈഫ് സേവർ ആട്ടോ. പിന്നെ നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്നത് സ്പിനച്ചാണ്. സ്പിനച്ച് റിച്ച് ഇൻ അയൺ ആണ് ആൻഡ് വിറ്റമിൻസ് ഫൈബറും ഉണ്ട്. സോ നമ്മുടെ ഗട്ട് ഹെൽത്തിന് അത് അടിപൊളിയായിരിക്കും. ഡൈജഷന് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. പ്ലീസ് അയൺ കുറവുള്ളവർ മസ്റ്റായിട്ടും ബ്രേക്ക്ഫാസ്റ്റിൽ സ്പിനച്ച് ഇൻക്ലൂഡ് ചെയ്യുക. സ്പിനച്ച് പല രീതിയിൽ നമുക്ക് കഴിക്കാം. ഞാൻ വരുന്ന ഓരോ ദിവസത്തിൽ സ്പിനച്ച് എങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം എന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാമേ. സ്പിനച്ച് ഞാൻ ലുലുമോളിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കടകളിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. സോ ഉണ്ടെങ്കിൽ വാങ്ങിക്കുക. ആൻഡ് ഞാനിത് ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് ദോശയ്ക്ക് വേണ്ടി എനിക്ക് മാത്രമല്ലേ ഉള്ളൂ, അപ്പം ഞാൻ അതിനുള്ളതേ എടുക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് ആ തണ്ട് ഇഷ്ടമല്ല, സോ അത് ഞാൻ കട്ട് ചെയ്ത് കളയുവാണേ. ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് സ്പിനച്ചിൻ്റെ ലീഫ്. അതിനുശേഷം ഞാൻ എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. എൻ്റെ കൈയുടെ ബലക്കുറവാണെന്നറിയത്തില്ല, എല്ലാം കൂടി തീർച്ചു. പിന്നെ ഞാൻ ഒരു വിധത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കി എടുത്തു. ഗൈസ്, നിങ്ങളും എന്നെപ്പോലെ ഇങ്ങനെ ക്ലംസി ആണെങ്കിൽ ഡു കമൻറ്റ്, ഓക്കെ. അതിനുശേഷം നമ്മുടെ ദോശയുടെ ബാറ്റർ എടുക്കുക. ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 3 എണ്ണമാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ അതിനാവശ്യമുള്ള മാത്രമേ എടുക്കുന്നുള്ളൂ. മൂന്ന് തവി മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ എന്നിട്ട് ഈ സ്പിനച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച സ്പിനച്ച് അതിലേക്ക് മിക്സ് ചെയ്യുക, കലക്കുക. ഈ സ്പിനച്ചിൽ അത്യാവശ്യം വാട്ടർ കണ്ടൻറ്റ്, നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ടാണല്ലോ ഇത് ബ്ലെൻഡ് ചെയ്തത്. അപ്പോഴത്തേക്ക് അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് ബാറ്റർ നല്ല ലൂസായിട്ട് വരും. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും 3 കൂടുതൽ ദോശയ്ക്കുള്ളതുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 2 തവി എടുത്താൽ മതി. അതിനുശേഷം ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതനുസരിച്ച് ബാറ്റർ ലൂസ് ആയിക്കോളും. പിന്നെ ഞാൻ ചായ വെക്കാമെന്ന് കരുതി. സോ പാലെടുത്തു. ഇതെൻ്റെ സ്പൈസി ചായയാണ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഞാനിതിൽ പട്ട, ഏലക്ക, ഗ്രാമ്പൂ ആഡ് ചെയ്യുന്നുണ്ട്. പട്ട ഡൈജഷന് നല്ലതാണ്, ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. ഏലക്ക ഗട്ട് ഹെൽത്തിന് നല്ലതാണ്. ഗ്രാമ്പൂ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ കടുപ്പം അനുസരിച്ച് തേയിലപ്പൊടി ഇടുക. കടുപ്പം കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ പഞ്ചസാര അപ്പം തന്നെ ഇടും, ബിക്കോസ് പിന്നെ അതിനുവേണ്ടി സമയം കളയണ്ടല്ലോ. സോ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഇടും. ഒരുപാട് പഞ്ചസാര ഇടാതിരിക്കുക, മാക്സിമം ഷുഗർ കട്ട് ചെയ്യുക. അത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കും. സോ ഇനി നോർമലായിട്ടൊരു ചായ കുടിക്കുന്നതിലും പകരം ഇതൊന്ന് ചെയ്തു നോക്കുക. ഇനി നമുക്ക് കറി പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ദേശീയ കറിയാണ് ദോശ ചമ്മന്തി. സോ തേങ്ങ കട്ട് ചെയ്യുക, അതിനുശേഷം ചിരണ്ടി എടുക്കുക. നിങ്ങൾക്ക് ചിരവയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഗ്രേറ്റ് ചെയ്ത തേങ്ങയൊക്കെ കിട്ടും ലുലുമോളിൽ നിന്നൊക്കെ. സോ അത് വാങ്ങിക്കുക. ഞാൻ സവോളയും തേങ്ങയും കൂടി ഒരുമിച്ചാണ് അരയ്ക്കുന്നത്. നമ്മുടെ യൂഷ്വൽ ചമ്മന്തി അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. മുളക് പൊടി ഇടുക, ഉപ്പിടുക, ആവശ്യത്തിനിടുക, ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെക്കുക. ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ തിളച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കടുകിടണം, കൊച്ചുള്ളി ഇടണം, കറിവേപ്പില ഇടണം. ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ എൻ്റെ ഇതൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ബാക്കി സവോളയാണല്ലോ കട്ട് ചെയ്യുന്നതിൻ്റെ, അത് തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കുക്ക് ചെയ്ത് പിന്നെ ആഡ് ചെയ്യുമായിരുന്നേ. പക്ഷെ നമുക്ക് ആ ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ കറിവേപ്പില മസ്റ്റാണ്, കൊച്ചുള്ളിയും ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ഇതൊക്കെ ഓക്കെയാണ് കേട്ടോ. ഈ കോക്കനട്ടിൽ ഹെൽത്തി ഫാറ്റ് ഉണ്ട്, നാച്ചുറലായിട്ട് നമുക്കൊരു എനർജി തരും. ഒത്തിരി വെള്ളം ചേർക്കാതെ ഒരു മിനിമം കട്ടിക്ക് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ഫില്ലിംഗ് ആയിരിക്കും കേട്ടോ കറി. കൂടെ ഞാൻ 2 മുട്ടയും കൂടി ബോയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഡെയിലി മാക്സിമം 2 മുട്ട വീതം കഴിക്കാറുണ്ട്. മുട്ട റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്, നമ്മുടെ ഹെയറിന്റെ ഹെൽത്തിന് നല്ലതാണ്, നമ്മുടെ മസിൽ സ്ട്രെങ്ത്തിനും നല്ലതാണ്. സോ മേക്ക് ഷുവർ 2 മുട്ട ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. സോ ഇനിയാണ് നമ്മുടെ യുദ്ധം. നമ്മുടെ സ്പിനച്ച് ദോശയിലേക്ക് നമ്മൾ കടന്നു. സോ എന്തൊക്കെ പറഞ്ഞാലും ആദ്യത്തെ ദോശ എപ്പോഴും എനിക്ക് ഫ്ലോപ്പായിരിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഉണ്ടെന്ന്. സോ ആദ്യത്തേത് മോശമാണെങ്കിൽ ബാക്കിയെല്ലാം അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ 3 ദോശ ഉണ്ടാക്കി. പിന്നെ രാവിലെ എന്നും ഞാൻ ചിയാ സീഡ് വെള്ളം കുടിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്. വെറും വയറ്റ് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിയാ സീഡിൽ നമുക്ക് ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്, നമ്മുടെ ഡൈജസ്റ്റിനെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ സഹായിക്കും. സോ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടെങ്കിൽ ചിയാ സീഡ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തിനും നമ്മുടെ ഫേസിനൊക്കെ ഒരു ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 2 ബോയിൽഡ് എഗ്ഗ്, 3 സ്പിനച്ച് ദോശ, ചമ്മന്തി, തേങ്ങാ ചമ്മന്തി,
ആൻഡ് നമ്മുടെ സ്പൈസി ചായ ആൻഡ് ഓൾസോ ചിയ സീഡ് വാട്ടർ. സോ ഞാനപ്പോൾ കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. പിന്നെ സ്പിനച്ച് ദോശ കഴിക്കുമ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിക്കുമ്പം എന്തെങ്കിലും ചൊവയോ അല്ലെങ്കിൽ അഴുക്കാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ടു ബി ഓണസ്റ്റ് ഒരു എന്താ പറയുക ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നമ്മൾ സാധാ ദോശ കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിന് എന്തെങ്കിലും മാറ്റമാണെന്ന് ഓർത്ത് ആരും ട്രൈ ചെയ്യാതിരിക്കേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ ഗൈസ്.